വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനീല. അപ്പം ഞാൻ കമന്റിന്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം പേര് മുഹമ്മദ് ജാബിർ. താങ്ക് യു സോ മച്ച്, വെൽ എക്സ്പ്ലെയിൻഡ്. അപ്പോൾ വളരെ നന്ദി അങ്ങനെ പറയുന്നതിൽ. ഞാൻ പൊതുവെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ട്രാൻസിന്റെ കാര്യമല്ല. അപ്പം ഞാൻ ജോലി സ്ഥലത്താണെങ്കിലും എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ചില വ്യക്തികൾ അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. ഇപ്പം നന്നായി പഠിക്കുന്ന കുട്ടികൾ, എൻ്റെ ക്ലാസ്സിൽ ഇപ്പം ഞാൻ നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ വേറെ കുട്ടികൾ നന്നായി പഠിക്കുന്നവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. കാരണം ഞാൻ വേറെ ഫീമെയിൽസ് നിൽക്കുന്ന ട്രാൻസ് വുമൻസിനോട് ഈ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. പക്ഷെ അവരൊന്നും എനിക്ക് കറക്റ്റായിട്ട് റീപ്ലൈ തന്നിട്ടില്ല, നോക്കിയിട്ട് പോലും ഇല്ല, റീപ്ലൈ ചെയ്തിട്ടില്ല. യു ആർ സോ കൈൻഡ്. അപ്പോൾ നിങ്ങൾ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയോട് നേരിട്ടാണോ ചോദിച്ചത് അതോ മെസ്സേജ് ആണോ അയച്ചതെന്ന് അറിയില്ല. പേഴ്സണലി അറിയുന്നവരാണെങ്കിൽ ഒരുപക്ഷെ റീപ്ലൈ തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈനിൽ കാണുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചതാണെങ്കിൽ റീപ്ലൈ കിട്ടാൻ ഒരുപക്ഷെ അവർ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണലി അറിയാത്തതുകൊണ്ട് അവർ അത്രയും അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അത് അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ട്രാൻസിന് നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു, ചോദിക്കുന്നു, നമ്മൾ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് നമ്മൾ നോർമലി ഒരു മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്തേ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയുള്ളൂ. അപ്പോൾ ഒരു ട്രാൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേറൊരു വ്യക്തിയെടുത്ത് പറയാൻ ചിലപ്പോൾ ആഗ്രഹിക്കാത്തവരാണ്. ഇപ്പൊ ഞാനൊരു ട്രാൻസ് ആണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് മറ്റൊരു ആള് എത്തിക്കാനായിട്ട് താല്പര്യം കാണിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം, താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ പലരും പല സ്വഭാവക്കാരാണ്. ഒരുപക്ഷെ അവർക്ക് പഴയ ലൈഫ്, അതായത് പഴയ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തവരായിരിക്കാം. എനിക്ക് അങ്ങനെ അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്, പഴയ ലൈഫോ പഴയ പേരോ ഒന്നും ആഗ്രഹിക്കില്ല, അതായത് പറയാൻ ആഗ്രഹിക്കാത്തവരാണ്. അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് പൊതുവെ എല്ലാ ട്രാൻസും ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ഫ്രീ ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. വീണ്ടും നമ്മൾ പഴയൊരു ലൈഫിൽ കുത്തിപ്പൊക്കി സംസാരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സർജറിയുടെ കാര്യം ചിലപ്പോൾ അത് കേൾക്കാൻ പോലും ഇഷ്ടമല്ലാത്തവരായിരിക്കും. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സർജറിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് വേറൊരാടുത്ത് പറയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു, നമ്മൾ സർജറി ചെയ്ത് വന്നതാണെന്നൊക്കെ ചിന്തിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ വരാം. അവരുടെ മാനസികാവസ്ഥ പല രീതിയിലായിരിക്കാം. രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ ഒരു ട്രാൻസിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരണമെങ്കിൽ ഒന്ന് നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കണം, പരിചയമില്ലാത്തത് കൊണ്ട് പറഞ്ഞു തരാതിരിക്കാം. ഇനിയിപ്പോ അഥവാ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു ട്രാൻസ് ഞാനും കുറെ പേരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മളോട് പറയാൻ താല്പര്യം ഇല്ലാത്തവരായിരിക്കാം. പിന്നെ പൊതുവെ ഒരു ട്രാൻസ് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കില്ല. അതിൽ കാരണം എന്ന് പറയുകയാണെങ്കിൽ ചില ട്രാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഫേമസ് ആയാലോ, നമ്മളെക്കാളും നല്ലൊരു പൊസിഷനിൽ എത്തിയാലോ എന്ന് ചിന്തിക്കാം. എല്ലാരെയും ഞാൻ പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കാം. ചില ട്രാൻസ് ചിന്തിക്കും നമ്മളെ തന്നെ കഷ്ടത്തിലായി, വേറൊരു കുട്ടിയെ നമ്മൾ കഷ്ടത്തിലാക്കണോ എന്ന് ചിന്തിക്കും. അപ്പൊ അതുകൊണ്ടും പറയാതിരിക്കാം. ചില ട്രാൻസ് പല തിരക്കിലും പല ടെൻഷനിലും പല മാനസികാവസ്ഥയിലായിരിക്കാം. അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവര് പറയില്ല. കാരണം അവർക്ക് പറയാനുള്ള സമയം ഉണ്ടാവില്ല, തിരക്കിലായിരിക്കാം, സാഹചര്യം ഉണ്ടാവില്ല, മാനസികാവസ്ഥ ഉണ്ടാവില്ല. വിഷമത്തിലോ കഷ്ടത്തിലോ ഉള്ള സമയത്ത് നമ്മൾ ചോദിച്ചാൽ അവർക്ക് പറയാൻ കിട്ടില്ല. അവിടെ നമ്മുടെ മനസ്സാണ്. ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആണെങ്കിൽ മാത്രമേ കേട്ടിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ടെൻഷനിലാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ കേൾക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങൾ പറയണമെന്ന് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അവര് ചിലപ്പോൾ പല സാഹചര്യത്തിലായിരിക്കും. അപ്പൊ അവര് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ ചില ട്രാൻസ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പൊ ഞാനൊരു ട്രാൻസ് ഹെൽപ്പ് ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അറിവുകൾ കിട്ടിയത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ കമൗട്ട് ആയത്. അങ്ങനെ ചിന്തിക്കുന്ന ട്രാൻസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ട്രാൻസിന് അവരുടെ മുകളിൽ ഒരു ട്രാൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ ഒരാളെ സഹായിച്ചു, നമ്മളെ വേറൊരു കുട്ടിയെ സഹായിക്കാന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസും ഉണ്ട്. അപ്പൊ എന്നെ സഹായിച്ച ആൾക്കാരും ഉണ്ട്, സഹായിക്കാത്തവരും ഉണ്ട്. അപ്പൊ സഹായിക്കാത്ത ട്രാൻസ് എന്ന് പറയുമ്പോൾ അവരുടെ സാഹചര്യമായിരിക്കാം, അവർക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം, നമ്മൾ ചോദിക്കുമ്പോൾ പറയാൻ താല്പര്യം ഇല്ലാത്തവരായിരിക്കാം, പല രീതിയിലായിരിക്കാം. നമ്മൾ അവരെ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സഹായിച്ച ട്രാൻസും ഉണ്ട്.  അപ്പോ മുഹമ്മദ് ജാബിർ, നിങ്ങൾ ഒരു 10 ട്രാൻസിനെ കാണുമ്പോൾ 9 ട്രാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, 9 ട്രാൻസിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പൊ 9 ട്രാൻസിന് 9 ട്രാൻസ് ഇഷ്ടപ്പെടും. 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 അപ്പൊ 9 ട്രാൻസി
നിങ്ങളോട് ഇഷ്ടമുള്ളവര് അല്ലെങ്കിൽ ഒരു 10 ട്രാൻസില് സ്വയം ലൈഫിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നവര് അങ്ങനെ ആരെങ്കിലൊക്കെ പറയുള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവെ ആരോടത്തും അങ്ങനെ ചോദിക്കാതെ ഇരിക്കുക. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇപ്പൊ എന്നോടാണെങ്കിലും കൂടെ ചില കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. അത് സാഹചര്യമാണ്, ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. എന്റെ സാഹചര്യം അനുസരിച്ച് എനിക്ക് ചിലതൊന്നും പറയാൻ പറ്റില്ല. അതായത് ഞാനൊരു കാര്യം പറയണമെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ മാത്രം ചൂണ്ടിക്കാണിച്ച് അവര് നെഗറ്റീവ് ആണെന്ന് പറയുന്ന രീതിയിലായി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊന്നും പറയാത്തത്. പക്ഷെ ഞാനത് ഒരുപാട് തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് കൃത്യമായ രീതിയിൽ പറയണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പൊ ഞാനിതാണ് ട്രാൻസ് പല രീതിയിലാണ്, പല സ്വഭാവക്കാരാണ്. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പല രീതിയിലാണ്, പല സ്വഭാവക്കാരാണ്. ഒന്ന് അവരുടെ മാനസികാവസ്ഥ, സാഹചര്യം, അവരുടെ സ്വഭാവ രീതി. അപ്പൊ പലരും പല രീതിയിലാണ് ബിഹേവ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കുറെ വ്യൂവേഴ്സ് ഉണ്ട്, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ഒരു യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് അതൊരു ഗുണമാണല്ലോ, നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുണമാണ്. അപ്പൊ അതുകൊണ്ട് പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.